അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിലെ ഇംഗ്ലീഷ് മീഡിയം മദ്രസ 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ എന്ന കിതാബിന്ന് വാർഷിക പരീക്ഷയ്ക്കുള്ള മോഡൽ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും കുട്ടികൾ ഇത് ഉപകരിക്കും. 1. ശരി ഉത്തരവും കോളത്തിലെ റൈറ്റ് അടയാളപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഹിജ്റ വർഷം ഹിജ്റ 11, ഹിജ്റ 14, ഹിജ്റ 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഹിജ്റ വർഷം ഹിജ്റ 11. ഇസ്ലാമിൻ്റെ തലസ്ഥാനം മക്ക, മദീന, ഫലസ്തീൻ. ഇസ്ലാമിൻ്റെ തലസ്ഥാനം മദീന. ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഈമാനിൻ്റെ ശാഖയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ ഈമാനിൻ്റെ ശാഖയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ 4 ഖലീഫമാരുടെ ഭരണം കാലം 25, 29, 30 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പകരം ഇമാമാക്കി ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനി ചേരുമ്പടി ചേർക്കുക. പാവപ്പെട്ടവരെ സഹായിക്കൽ, പുണ്യകരമായ ധനവിനിയോഗം. പ്രസിദ്ധമായ ഒരു സൂഫി വര്യൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ, കളവ് പറയാത്തവർ, പ്രവാചകന്മാർ. മനസ്സിലായില്ലേ? ഒന്നും കൂടി. പാവപ്പെട്ടവരെ സഹായിക്കൽ അത് പുണ്യകരമായ ധനവിനിയോഗമാണ്. പ്രസിദ്ധമായ ഒരു സൂഫി വര്യൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ, കളവ് പറയാത്തവർ, പ്രവാചകന്മാർ. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഈമാൻ പരം ശാഖകളാണ്. 70 ചില്ലറ അല്ലേ? ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ്. ഡാഷ് മാസം അവസാനമാണ് നബിക്ക് പനി ബാധിച്ചത്. ഇത് സഫർ മാസ അവസാനം. ചലനം എന്തുണ്ടെന്ന് അറിയിക്കുന്നു? ചലനം റൂഹ് ഉണ്ടെന്ന് അറിയിക്കുന്നു. ഒറ്റവാക്കിൽ ഉത്തരമേതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ആരാണ് സ്വഹാബികളെ സമാധാനിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എത്ര പ്രവാചകന്മാരുണ്ട്? 1,24,000. ഏത് ഗോത്രത്തിൻ്റെ പന്തലിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയത്? ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ. ഏത് ഗോത്രക്കാരുടെ പന്തലിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയത്? ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിലാണ്. ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇസ്രാഫ്, ധൂർത്ത്. ഏത് നാട്ടിലെ രാജാവായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു? ബൽഖിലെ രാജാവായിരുന്നു. ഉത്തരമേതുക. ഈമാൻ എന്നാൽ എന്ത്? അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ എല്ലാ കാര്യത്തിലും വിശ്വസിക്കലാണ് ഈമാൻ. എത്ര പ്രവാചകന്മാരുണ്ട്? 1,24,000 അല്ലേ? ഇനി ആരാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബികൾക്ക് അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറയുന്നു. മനസ്സിലായി? ആരാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഭരണത്തിന് നേതൃത്വം നൽകി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബികൾക്ക് അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറയുന്നു. എവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്? മദീനയിൽ, പച്ചക്കുബ്ബക്ക് താഴെ മസ്ജിദുൻ നബവിൻ്റെ അവിടെ. ഇനി ലൈസ അല അബീക്ക് കർബുൻ ബഅദൽ യൗം, അർത്ഥമെന്ത്? മോളെ, ഇന്ന് എൻ്റെ ഉപ്പാക്ക് വിഷമമില്ല. രണ്ട് ഇലാഹ് ഉണ്ടായാൽ എന്തു സംഭവിക്കും? ഭരണം ഭംഗിയായി നടക്കുകയില്ല. ഒരാൾ തീരുമാനിച്ചത് മറ്റൊരാൾ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ഇലാഹ് അശക്തനാകും. ഈ ഇലാഹ് ഒരിക്കലും അശക്തനാകാൻ പാടില്ല. കുറിപ്പെഴുതുക. എങ്ങനെയാണ് മദീനയിൽ ഇസ്ലാമിക രാജ്യം പിറന്നത്?